ഒരു മയ്യത്തിനെ കബറടക്കുന്നതിന് വേണ്ടി അവർ കബറ് കുഴിച്ചുകൊണ്ടിരിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് കബറ് കുഴിക്കുകയാണെന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ധൃതിയിൽ നടക്കാൻ തുടങ്ങി. കബറ് കുഴിക്കുകയാണെന്ന് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് വെപ്രാളത്തിൽ ധൃതിയിൽ അവിടുന്ന് നടക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓടി വരുന്നത് കാണുമ്പോൾ കബർ കുഴിച്ചു കൊണ്ടിരുന്ന സ്വഹാബികൾ ആ കബറിന്റെ ചാരത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. നിവേദനം ചെയ്യുന്ന സ്വഹാബി പറയുകയാണ്, ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന കബറിന്റെ ചാരത്തേക്ക് ചെല്ലുകയാ. അതാ കബർ കുഴിക്കുന്ന സ്വഹാബികൾ മുഴുവനും മാറി നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിയതാ കൂരിയിട്ടിരിക്കുന്ന പച്ചമണ്ണുണ്ടല്ലോ, ആ കബറിന്റെ ചാരത്ത് ചെന്നിട്ട് പ്രവാചകൻ ആ കബറിന്റെ ചാരത്തങ്ങ് ഇരിക്കാൻ തുടങ്ങി. അള്ളാന്റെ റസൂലും മിണ്ടാതെ കബറിന്റെ ചാരത്തിരിക്കുകയാണ്. പ്രവാചകന്റെ കണ്ടടങ്ങൾ നിറഞ്ഞ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണുനീരിങ്ങനെ കോരിയിട്ടിരിക്കുന്ന പച്ചമണ്ണിന്റെ മുകളിലേക്ക് ഇങ്ങനെ വീഴുകയാ. സഹാബത്ത് മുഴുവനും കബറിന്റെ ചുറ്റുഭാഗത്തിങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. അള്ളാന്റെ റസൂലൊന്നും മിണ്ടുന്നില്ല. ഒരുപാട് സമയം അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. കുറച്ചു സമയം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന്റെ എതിരെ തിരിയുകയാണ്. എന്നിട്ട് വിളിക്കുന്നു, യാ ഇഖ്വാനീ. തന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരാനുണ്ട് സഹാബാ. കുടിച്ചുകൊണ്ടിരിക്കുന്ന ഖബർ കാണിച്ചു കൊടുത്തിട്ട് ലോകത്തിന്റെ നേതാവ് തന്റെ അനുയായികളോട് തന്റെ സ്വഹാബത്തിനോട് അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരാനുണ്ടല്ലോ, ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടിയും ഖബർ കുടിക്കുമല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഖബറിനെ കുറിച്ച് മരണത്തെ കുറിച്ച് അവിടുന്ന് ഓർമ്മപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഖബർ കുടിക്കുന്നവരാണ്, ഖബർ കാണുന്നവരാണ്, ഖബറിന്റെ ചാരത്ത് പോകുന്നവരാണ്. പടച്ചവനെ, മയ്യത്ത് കുളിപ്പിക്കുന്നവരാണ്, മയ്യത്ത് ഖബറിനകത്ത് ഇറക്കി വെക്കുന്നവരാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ സ്വഹാബത്തിനോട് അവിടുന്ന് ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പള്ളിയിൽ ഖബർ കുഴിക്കുന്നവനും ഒരു ബോധമില്ല. അവന് തമാശയാണ്, അവന് കളിയും തമാശകളും പറഞ്ഞുകൊണ്ട് പള്ളിപ്പറമ്പിൽ ഖബർ കുഴിക്കുകയാണ്. ആ ഖബർ കുഴിക്കുന്നവനും ഖബർ വെട്ടുന്നവനും ഖബറിലേക്ക് മയ്യത്തിറക്കി വെക്കുന്നവരും ഖബർ സിയാറത്തിന് കടന്നു പോകുന്നവർ എല്ലാവരും പടച്ചവനെ ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് കളിയും തമാശയുമാണ്. ആ ഖബറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ആ ഖബറിന്റെ അവസ്ഥകളെ കുറിച്ച് ഓർക്കുന്നില്ല. അവിടെ നിന്ന് ചിരിയും കളിയുമായി കഴിയുന്നവരോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഖബർ കുടിക്കുന്നവന്റെ കണ്ണ് നിറയാത്തത്? എന്തുകൊണ്ടാ? ആ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന തമാശ പറയാറുള്ള കാരണം എന്തെന്നറിയുമോ? നിനക്ക് ആ ഖബറിന്റെ അവസ്ഥയെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ, ആ ഖബറിനെ കുറിച്ച് നിനക്ക് തിരിയാത്തത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില വലാ ശരിബ ശുർബാ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സ്വദിരീ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച്. ആ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് എങ്ങാനും ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മാ അകില വലാ ശരിബ ശുർബാ. നിനക്ക് നിലവിളിക്കാതെ നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുകയില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം
ഭക്ഷണം നിന്റെ മുന്നിൽ കൊണ്ടുവച്ചാൽ അതാ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നീ നിലവിളിക്കുകയാണ്, നെഞ്ചത്തടിച്ച് കരയുകയാണ്. അല്ലാതെ നിനക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയില്ല എന്ന് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ കളിക്കേണ്ട സ്ഥലമല്ല, അത് നിസാരമായി തള്ളിക്കളയേണ്ട സ്ഥലമല്ല. അല്ലാഹുവേ പടച്ചവനെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അബൂദർ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. പാവപ്പെട്ടവനായ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അവിടെന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊന്ന് നന്നാകണം നബിയേ, എനിക്കൊരുപാട് നന്മകൾ ചെയ്യണം നബിയേ, എനിക്കൊരുപാട് നന്മകൾ ചെയ്യണം, അതുകൊണ്ട് നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ. ഈ സദസ്സിലിരിക്കുന്നവരോട് കള്ളുകുടി മാറ്റണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണ്ട, മോശമായ വൃത്തികെട്ട സ്വഭാവങ്ങൾ മാറ്റണമെങ്കിൽ നീ എങ്ങും പോകണ്ട, പൈസ ചെലവില്ലാതെ നന്നാകാനുള്ള ഒരു വഴി പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാ, നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ നബിയേ. അബൂദർ കള്ളുകുടിയനും വ്യഭിചാരിയും നിസ്കരിക്കാത്തവനും അഹങ്കാരിയും മല്ല. ആരാണ് അബൂദർ എന്നറിയോ? സാധാരണ ഒരു സ്വഹാബിയല്ല അബൂദർ, സാധാരണ ഒരു സ്വഹാബിയല്ല അബൂദർ. അബൂദറിന്റെ മഹത്വം അറിയണമെങ്കിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീലും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ട സ്വഹാബി മുത്തുനബിയുടെ മുന്നിലൂടെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ അബൂദർ ഇങ്ങനെ നടന്നു പോകുമ്പോ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാണ്. ആരാ ചോദിക്കുന്നത്? അതാ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കാട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? അത് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? അബൂദറിനെ നിനക്കറിയുമോ ജിബ്രീൽ? യാ റസൂലല്ലാഹ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബഅ അശ്റഫിൽ അർളി. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഏഴ് ആകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും ആ പാവപ്പെട്ടവന്റെ പേര് പറയും നബിയേ. ഈ അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല, ഈ അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല. എല്ലാ മലക്കുകൾക്കും പരിചയമുള്ള സ്വഹാബിയാ, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, നന്നാകണം നബിയേ, ഒരുപാട് നന്മകൾ ചെയ്യണം നബിയേ, അതിനൊരു വഴി പറഞ്ഞു തരാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ, നിസ്കരിക്കാൻ മടിയുള്ളവന്, അഹങ്കാരികളെ പോലെ നടക്കുന്നവന്, ഒരിക്കലും നന്നാകില്ലെന്ന് കരുതുന്നവന് നിനക്ക് നന്നാകാൻ ഒരു വഴി പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുന്നു, ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നാളെ പകല് നിനക്കൊന്ന് പോകാൻ പറ്റുമോ? രാത്രിയിൽ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. നാളെ പടച്ചവനെ ഒരു 10-11 മണിയാകുമ്പോ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നിനക്ക് ഒറ്റയ്ക്കൊന്ന് പോയി നിൽക്കാനുള്ള ധൈര്യമുണ്ടോ സഹോദരാ? നമുക്ക് പേടിയാ അവിടെ പോകാൻ, പള്ളിപ്പറമ്പിൽ പോകാ പേടിയാ. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നന്നാകാനുള്ള എളുപ്പ വഴി പറഞ്ഞു തന്നത് ഖബർ സിയാറത്ത് ചെയ്യാരാ. ആ പള്ളിപ്പറമ്പിൽ ഈ നാടിനെ വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരവിടെ കിടപ്പുണ്ട്. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ പടച്ചവനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ ഞാനാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന പലരും ആ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട്. അവന്റെ തലയിലെ, അവന്റെ തലച്ചോറിലെ വളം വലിച്ചെടുത്തിട്ട് അവന്റെ ഖബറിന്റെ മുകളിൽ ചെടികൾ നിൽക്കുകയാ. അതുകൊണ്ടാ പ്രവാചകൻ പറഞ്ഞത് ഖബറിന്റെ ചാരത്ത് പോകാൻ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഉസ്താദേ, സീരിയൽ കാണുന്നത് നിർത്താൻ പറ്റുന്നില്ല. എന്റെ
നിന്റെ മോശമായ സ്വഭാവങ്ങൾ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. നീ പള്ളിപ്പറമ്പിൽ പോകണ്ട പെങ്ങള്. നന്നാകാനുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്ന ഈ നാട്ടിലേതെങ്കിലും ഒരു പെണ്ണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ നീ മരണ വീട്ടിലേക്ക് കടന്നു ചെല്ലണേ. എന്നിട്ട് ചോദിക്കണം, മയ്യത്ത് കുളിപ്പിക്കുന്നത് എവിടെയാ? മയ്യത്ത് കുളിപ്പിക്കുന്നത് എപ്പോഴാ? പടച്ചവനെ, മയ്യത്ത് കുളിപ്പിക്കാനെടുത്ത് കടത്തി കഴിഞ്ഞാൽ നീ കൂടെ വന്ന് മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് കടന്നു പോകുമ്മ. നീ കൂടെ അതിനകത്തേക്കൊന്ന് കടന്നു ചെല്ല്. പടച്ചവനെ, നിന്റെ അഹങ്കാരം മാറുമല്ലോ, നിന്റെ സീരിയൽ കാണല് മാറുമല്ലോ, നിന്റെ ദുസ്വഭാവങ്ങൾ മുഴുവനും മാറുമല്ലോ. നിന്നെ പോലെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി പച്ചയിറച്ചിയുമായി ജീവിച്ചിരുന്ന ഒരു പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയാ കടന്ന് പന്ത് തട്ടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്ന ഒരു പെണ്ണിന്റെ ജനാസ നിനക്ക് കാണാ. അത് കണ്ടു കഴിഞ്ഞാ നിന്റെ ജീവിതത്തിൽ മാറ്റം വരുമെന്ന. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഖബർ കളിക്കാനുള്ള സ്ഥലമല്ല, തമാശ പറയാനുള്ള സ്ഥലമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഖബർ എന്ന് പറഞ്ഞാ കളിക്കേണ്ട സ്ഥലമല്ല. ഖബറിന് നാവുണ്ട്, ഖബറിന് നാവുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് പോലെ ഖബർ സംസാരിക്കുമെന്ന. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അവിടെ നിന്ന് മഹാനായ തലവ ഉസ്താദ് പറഞ്ഞത്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ നിന്റെ കൈകാലുകൾ വിറയ്ക്കണം. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണം. ഖബർ കണ്ടാ കരയണേ, ഖബർ കണ്ടാ കരയണേ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ, നരകം പറയുമ്പോ കരയാറില്ല. പടച്ചവനെ, മഹാനവറുകളുടെ മുന്നിൽ ഖബറിനെ കുറിച്ച് പറഞ്ഞ, ഖബർ കണ്ടു കഴിഞ്ഞ ഉസ്മാൻ തങ്ങളുടെ താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്, വല്ലാതെ കരഞ്ഞു പോവുകയാണ്. ഖബർ കണ്ടാ തളർന്നിരിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്ന, ഉസ്മാൻ തങ്ങള്, നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മരണം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, പരലോകത്തെ കുറിച്ച് പറയുമ്പോ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോ, മീസാനിനെ കുറിച്ച് പറയുമ്പോ, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് പറയുമ്പോ, മരണത്തിന്റെ രംഗങ്ങളെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ. പിന്നെ എന്തേ ഖബർ കാണുമ്പോ ഇങ്ങനെ കരയുന്നത്? ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ഖബറിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇന്നിവിടന്ന് വഴുത് കഴിഞ്ഞിട്ട് നിങ്ങളെ വീട്ടിലേക്ക് കടന്നു ചെന്ന് ഭക്ഷണം കഴിച്ചു, എല്ലാവരും കടന്നോ, എല്ലാവരും അവരവരുടെ റൂമിനകത്ത് കയറി ലൈറ്റ് അണച്ചിട്ട് കടന്നുറങ്ങുമ്പോ ആളില്ലാത്ത റൂമിനകത്ത് കയറി ചെന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഫാൻ ഓഫ് ആക്കിയിട്ട് കഥകടച്ചിട്ട് ആ റൂമിന്റെ അകത്ത് നിനക്കൊന്ന് ഒറ്റയ്ക്കിരിക്കാൻ കഴിയുമോ? ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖബർ ഓരോ മനുഷ്യനോടും സംസാരിക്കുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുണ്ടല്ലോ, അവിടെ ഒരു ജനാസ ഖബറടക്കാ പള്ളിപ്പറമ്പിൽ പോവുകയാ. ഒരു മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കി. അതാ എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങി പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക്. അനുയായികൾ ചോദിച്ചു, തങ്ങളെ വരുന്നില്ലേ? മയ്യത്തിനോടുള്ള കടമകളും കടപ്പാടുകളും കഴിഞ്ഞല്ലോ. അവിടെ നിന്ന് അതാ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞ് കബറ് കുഴിച്ച് കബറടക്കിയല്ലോ.
ഇത് എന്തിനാ പള്ളിപ്പറമ്പിൽ നിൽക്കുന്നതെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ അല്പനേരം ഇവിടെയൊന്ന് നിൽക്കട്ടെ, എന്നെ നിങ്ങളെ ശല്യം ചെയ്യരുത്, എല്ലാവരെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ആ പള്ളിപ്പറമ്പിലൂടെ നടന്ന് ഒരു പഴക്കം ചെന്ന ഖബറിന്റെ ചാരത്തു ചെല്ലുകയാ. ഒരു പഴക്കം ചെന്ന ഖബറിന്റെ ചാരത്തു ചെല്ലുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖബറിന്റെ ചാരത്തിങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാണ്. പടച്ചറബേ, ഖബറിന്റെ ചാരത്ത് മിണ്ടാതെ ഇരുന്ന് കരയുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഒരുപാട് നേരമായിട്ടും മിണ്ടുന്നില്ല, ഇരുന്ന് കരയുകയാണ്. ആ സമയത്താണ് ഖബർ ചോദിക്കുകയാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, എന്തേ എന്നോട് നിനക്കൊന്നും ചോദിക്കാറില്ലേ? ഒരുപാട് നേരം കൊണ്ട് ഇവിടെ ഇരിക്കുകയാണല്ലോ, എന്റെ സ്വഭാവം എന്താണെന്നറിയണ്ടേ? എന്റെ വയറിനകത്ത് കിടക്കുന്ന മനുഷ്യനോട് പെരുമാറുന്നത് എങ്ങനെയാണെന്നറിയണ്ടേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിക്കുന്നു, ഖബറേ, നിന്റെ ഉള്ളിലേക്കൊരു മനുഷ്യനെ കൊണ്ടുവച്ചാൽ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോ ഖബർ പറഞ്ഞു കൊടുത്തു, മസഖത്തുൽ അക്ഫാർ വസദഖത്തുൽ മുഖ്ലതൈൻ വഅകൽതുൽ ലഹുമാ. അവന്റെ കഫൻ തുണികൾ വലിച്ചു കീറുകയാണ്. പടച്ചവരെ, ഖബറവിടന്ന് ഞെരുക്കുകയാണ്. അവന്റെ കണ്ണുകൾ പിഴുതെടുക്കുകയാണ്. അവന്റെ പച്ചയിറച്ചികൾ അവന്റെ ശരീരം തിന്നുകുഴിപ്പിച്ചത് മുഴുവനും പുഴുക്കൾ തിന്നുകയാ. അവിടുന്ന് ഖബറിങ്ങനെ പറന്നു കൊടുക്കുമ്പോ നിലവിളിച്ചുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, വേണ്ട, എന്നോട് പറയല്ലേ, എനിക്കത് കേൾക്കാനുള്ള ധൈര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ ചാരത്ത് കരഞ്ഞ് തളർന്നു കിടക്കുമ്പോ ആ ഖബറാണ് പറഞ്ഞു കൊടുത്തത്, അല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബിലാ. രക്ഷപ്പെടാനുള്ള വഴി എവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. അതുകൊണ്ട് ഈ സദസ്സിൽ വന്നിരിക്കുന്നവരോട് ഞാൻ പറയുന്നത്, എന്തായാലും ഒരു ദിവസം മരണം വരുമല്ലോ, നിനക്ക് ഖബർ കുഴിക്കുമല്ലോ, നിന്നെ കൊണ്ടുപോയി കുടിച്ചിടുമല്ലോ, അതിൽ യാതൊരു സംശയവുമില്ലല്ലോ. അതുകൊണ്ട് മനുഷ്യ, വെറുതെ മരിച്ചാ പോരാ, വെറുതെ മരിച്ചാ പോരാ, മരിക്കുന്നതിന് മുമ്പ് ചില നന്മ ചെയ്യണേ, മരണത്തിന് വേണ്ടി ഒരുങ്ങണേ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണേ. അല്ലാതെ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ നീ പോയാ, പള്ളിപ്പറമ്പിലേക്ക് വെറുതെ പോയാ, അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. എന്തായാലും ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കും. അപ്പൊ നമ്മളെല്ലാവരും മരിക്കുമ്പോ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, എവിടെയെങ്കിലും കിടന്ന് എങ്ങനെയെങ്കിലും മരിച്ചാ പോരാ, എവിടെയെങ്കിലും കിടന്ന് എങ്ങനെയെങ്കിലും മരിച്ചാ പോരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ഒന്നാമതായി പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന, എവിടെയെങ്കിലും കടന്ന് എങ്ങനെയെങ്കിലും മരിച്ചാ പോരാ. എങ്ങനെ മരിക്കണമെന്നറിയോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട് നീ അവസാനമായിട്ട് പറയേണ്ട വാക്കെന്തെന്നറിയുവോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ ശഹാദത്ത്
ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഈ ദുനിയാവിൽ നീ എവിടെ കിടന്നു മരിച്ചാൽ ആ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചൂരുന്ന അവസാന സമയത്ത് നീ പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിച്ചാ നീ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാതിരാത്രി സുജൂദിൽ കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരച്ചിൽ കേട്ടിട്ടാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ എഴുന്നേൽക്കുന്നത്. പടച്ചവരെ, മുത്തുനബി സുജൂദിൽ കിടന്ന് കരയുകയാ, അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരയുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്തോ പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്, എന്തോ ദുആ ചെയ്യുന്നുണ്ട്. അടുത്ത് ചെന്ന് നോക്കുമ്പോ അവിടെന്ന് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ നീ ഈമാനിൽ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുന്നത് കേൾക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ഉറപ്പില്ലേ നബിയേ, ഉറപ്പില്ലേ നബിയേ? ആയിഷ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? നൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാ. കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറക്കുമല്ലോ, കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറക്കുമല്ലോ. ഇതുപോലെയാണ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, ഈ ദുനിയാവിൽ മുസ്ലിമായി ജീവിച്ചിട്ട് മുസ്ലിമിനെ പോലെ നടന്നിട്ട് അവസാനം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കാഫിറായി ചത്തുപോയ എത്ര പേരുടെ ചരിത്രം നിനക്ക് വേണം? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ടല്ലോ, മുത്തുനബിയുടെ സ്വഹാബത്തിന്റെ കഥയറിയുമല്ലോ, എത്രയെത്രയോ കൊലകൊമ്പന്മാരുടെ കഥയറിയുമല്ലോ. ജീവിക്കുന്ന കാലം മുഴുവനും മുസ്ലിമായി ജീവിച്ചിട്ട് അവസാനം മരിക്കുമ്പോ ഈമാനില്ലാതെ ചത്തുപോയ എത്ര പേരുടെ ചരിത്രം നിനക്ക് വേണം ചെറുപ്പക്കാരാ? എങ്കിലെന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, മരിക്കുന്ന സമയം വരെ അല്ലാഹുവിനെ മറന്നുകൊണ്ട് സിർക്ക് ചെയ്ത് ജീവിച്ചിട്ട് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ദീനിലേക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞ് കടന്നു വന്നിട്ട് റബ്ബേ മുസ്ലിമായി മരിച്ച എത്ര പേരുടെയോ ചരിത്രങ്ങൾ പഠിച്ചവരാ. അതുകൊണ്ട് എന്തേ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്? എന്തേ നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടേ മരിക്കാവോ. മക്കളെ ഉപദേശിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഒരു വാപ്പ തന്റെ മക്കളെ ഉപദേശിക്കുകയാ. വവസാ ബിഹാ ഇബ്രാഹീം വബനീഹി യഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. രണ്ട് പ്രവാചകന്മാര് തന്റെ മക്കളോട് വസിയത്ത് ചെയ്യുകയാ, മുസ്ലിമായിട്ടേ മരിക്കാവോ, മുസ്ലിമായിട്ടേ മരിക്കാവോ എന്നവിടുന്ന് തന്റെ ഉപ്പമാര് തന്റെ മക്കളോട് അവിടുന്ന് വസിയത്ത് ചെയ്തെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈമാനില്ലാതെ മരിക്കല്ലേ, മുസ്ലിമായിട്ടേ മരിക്കാവോ, ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവോ. അല്ലാ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് മരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്,
മുടി നരച്ചു തുടങ്ങിയത് കൊണ്ടല്ലേ ഉമ്മ നീ ഇപ്പം തലമറയ്ക്കാ തുടങ്ങിയത്? എൻ്റെ പ്രിയപ്പെട്ട ബാപ്പമാരോട് ഉമ്മമാരോട് ശരീരത്തിലെ ഏതെങ്കിലും ഒരു രോമം നരച്ചിട്ടുണ്ടോ? ഒരുങ്ങിക്കോ അവസാന യാത്രയ്ക്ക് വേണ്ടി, ഒരുങ്ങിക്കോ അവസാന യാത്രയ്ക്ക് വേണ്ടി. അല്ലാഹുവേ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മരണമത്ര നിന്റെ അടുത്ത് കിടക്കുകയാണ്. അതാ മരണം നിന്റെ അടുത്ത് കിടക്കുകയാ. നീ കളിച്ചും ചിരിച്ചും സുഖിച്ചും ഇങ്ങനെ നടക്കുകയാണ്. കുല്ലുംബ്രിഇൻ സബ്ബഹും ഫീ അഖിലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കുന്നത് നല്ലതാണ്. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹത്തുക്കളപടെന്ന് പറഞ്ഞു തരുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഈമാനുള്ള മരണം വേണോ? ഈമാനുള്ള മരണം വേണോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ശഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞിട്ട് ഒരു ഷഹീദിനെ പോലെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മയ്യത്ത് കാണാൻ വരുന്നവരെ മുഴുവനും കൊതിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മരണം വേണോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ചോദിക്കുകയാ, ആർക്കാണ് നല്ല മരണം വേണ്ടത്? ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാം നല്ല മരണം, ഞാൻ തരാം നല്ല മരണം. 5 പൈസയുടെ കഷ്ടപ്പാടില്ല, ഉറക്ക വഴിയണ്ട, ഒരു പ്രയാസവുമില്ല. അല്ലാഹു പറയുകയാണ്, ആർക്കാ നല്ല മരണം വേണ്ടത്? ഞാൻ തരാം. സഹോദരങ്ങളെ, ഈമാനുള്ള മരണം വേണമെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഞാനല്ല പറയുന്നത്, പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. അല്ലാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ, സൂറത്തു താഹയുടെ 135-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ, ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. ആ 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ, നീയും നിന്റെ ഭാര്യ മക്കളും നിസ്കരിച്ചാ, അല്ലാഹു നിനക്ക് 2 പ്രതിഫലം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, 5 നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിക്കുകയാണ്.